ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് പ്രബിനെ കൊണ്ട് തിരുവനന്തപുരം ഒരു ചർച്ചിൽ പോകണമായിരുന്നു. അപ്പോൾ ചർച്ചിലൊക്കെ പോയിട്ട് വരണം. എനിക്ക് ചർച്ച് അറിയില്ല. നമ്മുടെ RCCയിൽ നിന്ന് ഒരു മേട പോകുന്ന ചർച്ചാണ്. അവിടെ പ്രബിന് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുപോകണം. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അതിൽ മാത്രമല്ല സന്തോഷം, വേറൊരു കാര്യത്തിൽ കൂടെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ കമ്പനിയിൽ കണ്ടതുപോലെ നമ്മുടെ കിച്ചു രേണുസുതിയുടെ വളർത്തുപുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ മരിച്ചുപോയ കൊല്ലം സുധിയുടെ മകനായ കിച്ചു നമ്മുടെ ഒരു ബ്രാൻഡ്, അവനല്ലെങ്കിലും ഒരു ഉദ്ഘാടനമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെറ്റായി കയറി വരുമായിരുന്നു. ടീഷർട്ടാണ് ബ്രാൻഡ് മൊത്തം നല്ല സൂപ്പറായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും അവനൊരു കട ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആരെ കൊണ്ടെന്ന് അറിയണ്ടേ? നമ്മുടെ കളക്ടറിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി സന്തോഷമായി. അവൻ്റെ വലിയമ്മയും വലിയച്ഛനുമാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഒരു ആൾ നമ്മളെ കൈ ചേർത്ത് പിടിക്കാനുണ്ടാവുക. അത് നമുക്ക് ആരുമില്ലാത്തവർക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അതുപോലെ ഒരു കാര്യമാണ് കിച്ചുവിനിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വലിയച്ഛനെയും വലിയമ്മയും അവർ ചേർത്ത് പിടിച്ചു, അവൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുത്തു. അതൊക്കെ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ കാണാം. അവൻ്റെ ആ ഒരു ഉദ്ഘാടനവും കളക്ടറിൻ്റെ ഉദ്ഘാടനവും അവൻ്റേതായിട്ടുള്ള ചെറിയ സ്പീച്ചും ഒക്കെ നമുക്ക് കേൾക്കാം. ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സ്പീച്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. Looking for a t-shirt that defines you? Get custom designs at Loopzy by Kichu. Visit loopzybykichu.com today. Looking for a t-shirt that defines you? Get custom designs at Loopzy by Kichu. ശേഷം ഇപ്പം ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ അതെ, കളക്ടർ വന്ന് നമ്മുടെ ഇത് ലോഞ്ച് ചെയ്തു. അങ്ങനെ സന്തോഷം. ഒരു സ്റ്റാർട്ടപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അതെ കളക്ടറൊക്കെ വന്ന് ചെയ്യുന്നത് വെച്ചാൽ അതെ വളരെ ഇത് തന്നെ ആയിരിക്കും ടീഷർട്ട്. ഇനിയിപ്പം ഇത് മാറി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അങ്ങോട്ട് വരുവാണെങ്കിൽ അതുപോലെ നോക്കണം. വേറെ എന്തെങ്കിലും ബിസിനസ്സിലോട്ട് മാറാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ടീഷർട്ടിന്റെ തന്നെ ഇപ്പം നോക്കുന്നു. ഇപ്പം വേറെ കുറച്ച് ഡിസൈൻസ് ഇറക്കണമെന്നുണ്ട്. കുറച്ച് കസ്റ്റംസ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തുള്ള ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. റീലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ബ്രോ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ റേറ്റിന്റെ ഒരു ഇഷ്യൂ കാരണം കുറച്ചുകൂടെ റേറ്റ് കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നു. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ ക്വാളിറ്റി നല്ല കൂടുതലായിക്കൊണ്ട് നമുക്ക് ആരും ഇത് കൊടുക്കുന്ന നമ്മളതനുസരിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇത് ഇപ്പോഴും കുഴപ്പമില്ലാത്തൊരു റേറ്റിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. കുറച്ച് ചലഞ്ചൊക്കെ ആയിട്ട് ബ്രോ ഇപ്പൊ ഇറങ്ങിയായിരുന്നല്ലോ ജാജീസിന്റെ തന്നെ ഇതായിട്ട് സ്പോൺസർ ആയിട്ട് ഒരു വീഡിയോ ചെയ്തു. നല്ല റെസ്പോൺസ് അല്ലേ? എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോന്നു. എന്നെ വിളിച്ചില്ല. ഒരുപാട് വ്ലോഗേഴ്സ് ഒക്കെ ഇടുന്നതില് കിച്ചു കൊണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതുവരെ ഇല്ല. മിക്ക ബിഗ് ബോസ് പോയ ആൾക്കാർ ഇങ്ങനെയാണ് പറയൂല. ഇല്ല, എന്നെ ഇതുവരെ വിളിച്ചൊന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കും. എങ്ങനത്തെ സന്തോഷമായിരുന്നു. അവസരം കിട്ടിയാ പോകും ബിഗ് ബോസിൽ. വിളിക്കാൻ നോക്കട്ടെ. ഹാപ്പിയാണ്. കളക്ടറാണ്. നല്ല തുടക്കം അല്ലേ? എല്ലാരെയും സപ്പോർട്ട് വേണം. എല്ലാരും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. ഫുൾ സപ്പോർട്ട് അല്ലയോ? സംരംഭത്തിനെ കുറിച്ച് എന്താണ്? എന്റെ സംരംഭം അത് ഈ ഒരു പ്രായത്തിലൊക്കെ പ്രായത്തിൽ ചെയ്യുന്നില്ലേ? അപ്പൊ എല്ലാരും കൂടെ അവന്റെ ബ്രാൻഡ് ഒന്ന് വിജയിപ്പിച്ച് അല്ലേ? അതിന് ഒരുപാട് യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലേ? എല്ലാരും കൂടെ ഒക്കെ സഹായിച്ച് അവൻ രക്ഷപ്പെട്ട് അല്ലേ? നമ്മളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? ടൈമാണ് അല്ലേ ബ്രോ?
അല്ലേ? ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയിട്ട് വളരാൻ പറ്റിയ ടൈമാണ്. നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് എനർജി ഒക്കെ കൂടുതലാണ്. ഫുൾ സപ്പോർട്ടായിരുന്നു ചേട്ടൻ. എങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? പറഞ്ഞപ്പോ തന്നെ നമ്മള് സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലും നമ്മളല്ലേ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ. ബിസിനസ് ചെയ്തിട്ട് ഇത്തിരി ഇതാവട്ടെ, വരട്ടെ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. കലക്ടറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് അവൻ്റെ മുഖത്തും നമുക്കും ഉണ്ട് കേട്ടോ. അവനെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അവനെ സ്നേഹിക്കാത്തവർക്ക് ഇതൊരു വലിയൊരു തിരിച്ചടിയായിരിക്കും കേട്ടോ. അവനെ ഒരിക്കലും ഇങ്ങനെ കയറി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് ഒരു നല്ലൊരു അടി തന്നെയായിരിക്കും. പക്ഷെ കിച്ചുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നും. അതുപോലെ കിച്ചു പറയുകയാണ്, എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആങ്ങർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് വിളിച്ചോന്ന്. അപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. പിന്നെ സിനിമയിലേക്കൊക്കെ വിളിച്ചാൽ കിച്ചു പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദൈവം അവന് വളരെ ഉയരങ്ങളിൽ എത്താനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നല്ല ഒരു നടനായിട്ട് തന്നെ വരും എന്നുള്ളതിൽ ഏതൊരു വിധ സംശയവും ഇല്ല കേട്ടോ. അവന് അതാണ് അവൻ്റെ ഒരു ക്യാരക്ടർ. അതാണ് നല്ലവർക്ക് നല്ലത് സംഭവിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ കിച്ചുവിന് വളരെ വളരെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. പിന്നെ അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്തരൊക്കെ ഇനിയിപ്പം ഈ വീഡിയോ വരുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ പൊങ്കാലയിടും. അവനെ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊങ്കാല ഇട്ടാലും അവന് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അവൻ ആ ഇരിക്കുന്നിടത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങത്തില്ല. ഈ ആന വന്ന് കുത്തിയാലും അനങ്ങത്തില്ല എന്ന് പറയില്ല, അതുപോലെ തന്നെ അവന് ഇരിക്കുകയുള്ളൂ. അവൻ്റെ ക്യാരക്ടർ അതാണ്. ആരെന്ത് പറഞ്ഞാലും അവനൊരു ചിരി മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രവീൺ മോനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആരെന്ത് ചെയ്താലും അടിച്ചാൽ പോലും ചിരിച്ചിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സന്തോഷം. ഇങ്ങനെയുള്ളവർക്ക് ദൈവം വലിയൊരു ഉയർച്ച തന്നെ കൊടുക്കും. കാരണം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കന്നത്തിൽ അടിച്ചാൽ മറ്റേ കന്നം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് പ്രതികരിക്കാത്ത രീതിക്ക്. അതുപോലെ തന്നെയാണ് കിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഞാൻ സപ്പോർട്ട് ചെയ്യും കിച്ചുവിനെ. പിന്നെ രേണുസുതിയെ സപ്പോർട്ട് എന്ന് പറയുന്നത് അവൾ അസുഖം വച്ചിട്ടാണ്. പക്ഷെ തെറ്റുകൾ ചെയ്താൽ ഞാൻ രേണുസുതിയെ വിമർശിച്ചിരിക്കും. അത് നേരത്തെ ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്തത്. അവൾക്ക് ഈ ഒരു അസുഖം നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായി, യഥാർത്ഥമാണെന്ന് മനസ്സിലായി. 100% ജെന്യുവനായിട്ടാണ് അവളുടെ വയ്യായ്മ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ അവളെ വിമർശിക്കേണ്ട ഒരു വാക്ക് കിട്ടിയാലും ഞാൻ അത് വിമർശിച്ചിരിക്കും. അതിൽ ഏതൊരു മാറ്റവും ഇല്ല. നല്ലതിനെ നല്ലതെന്നും ചീത്തയെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അത് ആ ഒരു മാറ്ററെ ഇവിടെ ഞാൻ എടുക്കുന്നില്ല. ചിലപ്പോൾ ഈ വീഡിയോയ്ക്കിടയിൽ വന്ന് പറയും ആൾക്കാർ, അതേ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിട്ട് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലുമല്ല. എനിക്ക് കിച്ചുവിനെ ഓൾറെഡി സപ്പോർട്ട് തന്നെയാണ്. രേണുസുതിയെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ. നെഗറ്റീവ് തന്നെയാണ് ആദ്യമേ പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവളുടെ അസുഖം ഫേക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സീരിയസ് ആയിട്ട് ജെന്യുവൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയാൻ പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവൾ കയറി വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയെങ്കിലും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവാതെ ശരികളിലേക്ക് കയറി വരാൻ ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. ആ വീഡിയോകളിലൊക്കെ അവൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ജെന്യുവൻ ആണെന്ന് ചില വീഡിയോകളിൽ തോന്നുന്നുണ്ട്. ചിലതാണെങ്കിൽ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഒരുപാട് സന്തോഷം. കിച്ചു ഇനിയും വളരെ വളരെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.